ഹായ് ഗായ്സ്. സോ ഇന്ന് എണീറ്റപ്പല്ല, ഇന്നലെ രാത്രി തൊട്ട് ഞാൻ കിടന്ന് കഴിഞ്ഞപ്പോൾ ആലോചിക്കുന്നതായിരുന്നേ. ഇന്ന് എന്തോ റീൽസ് ഇടും, ഷോർട്സ് ഇടും, ഷോർട്സ് ഇടുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ കിട്ടി, ഞാൻ എങ്ങനെ നേഴ്സായി, എങ്ങനെ എൻ്റെ ജീവിതം ഇപ്പോൾ പോകുന്നു എന്നൊന്ന് ഒന്ന് നിങ്ങളോട് പറയാമെന്ന് വെച്ചു. ഞാൻ അത്ര വാക്ചാതുര്യം ഉള്ള ആളല്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങൾ എൻ്റെ കൂടെ പിടിച്ചോ. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റോറി, ഞാൻ എങ്ങനെ നേഴ്സായി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സിംഗ് എടുത്ത് നേഴ്സായി, അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക അല്ലേ. പ്ലസ് ടു കഴിഞ്ഞ് എന്തിനു പോകണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ഓപ്ഷൻസ് വന്നു. പക്ഷേ ഐ ചൂസ് നഴ്സിംഗ്. ഞാൻ ഓർത്ത് എവിടെ പോയാലും ജോലി കിട്ടും, ജോലി ഇല്ലാണ്ടിരിക്കേണ്ടി വരത്തില്ല എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ നഴ്സിംഗ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ നഴ്സിംഗ് എടുത്തു. ആന്ധ്രയിലുള്ള ഒരു കോളേജിൽ പോയി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ തന്നെ ഒരു വർഷം വർക്ക് ചെയ്തു. അവിടെ തന്നെ വർക്ക് ചെയ്യണം നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം അവിടെ തന്നെ വർക്ക് ചെയ്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭയങ്കര മടുത്തു പോയി. കാരണം അവിടെ തന്നെ നിന്ന സ്ഥലം തന്നെ നിൽക്കുന്ന, സാലറി ഇല്ല. അങ്ങനെ അതുകൊണ്ട് അവിടെ നിന്ന് നിർത്തി പോന്നു കഴിഞ്ഞ് 2020 പോന്നു. പിന്നെ OET പഠിക്കാൻ തുടങ്ങി. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ OET പഠിക്കാൻ തുടങ്ങി. 1 എഴുതി, 2 എഴുതി, 3 എഴുതി, അങ്ങനെ എഴുത്തുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോയി എങ്ങനെയോ അവസാനം കിട്ടി. സംഭവം കിട്ടിക്കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡിനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഏജൻസിക്കാരനോട് പറയുന്നു, നിങ്ങളുടെ സ്കോർ എക്സ്പയർഡ് ആയി, അപ്പോൾ ഒന്നും കൂടെ എഴുതണമെന്ന് പറയുന്നു. അങ്ങനെ നിവൃത്തികേട് കൊണ്ട് ഒന്നും കൂടെ എഴുതി, പക്ഷേ കിട്ടിയില്ല. ഈ സമയത്തൊക്കെ നമ്മൾ ഈ പഠിച്ച കാര്യത്തിന് തന്നെയും പിന്നെ പഠിച്ച് മടുക്കും. എഴുതി എക്സാം തന്നെ പിന്നെ എഴുതി മടുക്കും. ഈ മടുക്കുന്ന സാഹചര്യം എൻ്റെ മനസ്സ് മടുത്തു പോകാണ്ടിരിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഞങ്ങൾക്കറിയാം ഇത് പാടാമെന്നറിയാം, ഇതിൻ്റെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷേ നീ എഴുത്, ഞങ്ങൾ പൈസ തരാം, നീ എഴുത്, ഞങ്ങൾ എവിടുന്നേലും ഒക്കെ മേടിച്ച് പൈസ തരാം, നീ എഴുത്, ഒരു കുഴപ്പമില്ല, നിനക്ക് പറ്റും എന്നെ തീവ്രമായി മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ വീട്ടുകാരാണ്. അങ്ങനെ അതും എഴുതി കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇൻ്റർവ്യൂ വന്നു. ഒമാൻ്റെ ഇൻ്റർവ്യൂ 2024 വന്നു. അങ്ങനെ ചുമ്മാ പോയി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ദൈവഭാഗ്യം എന്തോ കിട്ടി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടി. അതിൻ്റെ എക്സാം എഴുതി, അതും പാസ്സായി. 6 മാസം കൊണ്ട് പോകാമെന്നായിരുന്നു ഏജൻസിക്കാർ പറഞ്ഞത്. പക്ഷേ 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്കൊരു ഹോപ്പില്ലാണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, മാൾട്ടക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മാൾട്ടക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി. വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒമാൻ്റെ വിസയും വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ മിഴിച്ചു നിന്ന സാഹചര്യത്തിൽ എല്ലാവരും പറഞ്ഞു, മിനിസ്ട്രിയിലോട്ട് പോകാം, അതാണ് നല്ലത്. അങ്ങനെ ഇവിടെ മിനിസ്ട്രിയിൽ എത്തിപ്പെട്ട് നിൽക്കുന്നു. ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നമ്മുടെ കേരളത്തിൽ തന്നെ എറണാകുളത്ത് ഒരു അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ നല്ലതാണേ ഉള്ളൂ, സാലറി ഒന്നും അസ്യൂഷ്വൽ നമുക്ക് ഇപ്പം നടക്കുന്ന സാഹചര്യത്തിൽ അറിയാമല്ലോ, സാലറി ഒന്നും അത്ര വലിയ കാര്യമായിട്ട് കിട്ടത്തില്ല. നമ്മുടെ കയ്യിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോഴും വീട്ടുകാരുള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. നിനക്ക് എന്ത് സേവിങ്സ് ഉണ്ട് എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഐ ഡോണ്ട് ഹാവ് എനി സേവിങ്സ്, ഐ എം എ ബിഗ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും വീട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഇതാണ് ഇപ്പോൾ വരെയുള്ള എൻ്റെ സ്റ്റോറി.